സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കർത്തൃ നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു. പിതാവേ, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട്. ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു, ഞങ്ങളിൽ വന്ന് നിറയണമേ. 83-ാം സങ്കീർത്തനം. ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ. ദൈവമേ, മൗനമായിരിക്കരുതേ. ദൈവമേ, നിശ്ചലനും നിശബ്ദനുമായിരിക്കരുതേ. ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറിയുന്നു, അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു, അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവീൻ, ഈ ജനത മുഴുവനെ നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു. അതെ, അവർ ഏകമനസ്സോടെ ദുരാലോചന നടത്തുന്നു, അങ്ങയ്ക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു. ഏദോം, ഇസ്മായേലിയർ, മോവാബ്, ഹഗ്രിയർ, ഗേബൽ, അമ്മോൻ, അമലേക്, ടൈർ നിവാസികളടക്കം ഫിലിസ്തീയർ എന്നിവർ ഒത്തുചേർന്നു. ലോകത്തിൻ്റെ മക്കളുടെ സുശക്തകരമായ അസീറിയായും അവരോട് ചേർന്നു. മേദിയാക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. കിഷോൺ നദിയിൽ വെച്ച് സിസേറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ എൻദോറിൽ വെച്ച് നശിപ്പിച്ചുവല്ലോ. അവർ മണ്ണിന് വളമായി തീർന്നു. അവരുടെ കുലീനരെ ഓറേബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. ദൈവത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ നമുക്ക് കൈയടക്കാം എന്നവർ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിര് പോലെയും ആക്കണമേ. അഗ്നി വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീജ്വാലകൾ മലകളെ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. അങ്ങയുടെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ. അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിനു വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതൻ എന്ന് അവർ അറിയട്ടെ. ദൈവജനമേ, സങ്കീർത്തനം 83-ാം അധ്യായത്തിലെ ആസാഫിൻ്റെ നിലവിളി നമ്മുടെ ഹൃദയങ്ങളിലും പ്രതിധ്വനിക്കുന്നു. ദൈവമേ, മിണ്ടാതിരിക്കരുതേ, മൗനമായിരിക്കരുതേ, സ്വസ്ഥമായിരിക്കരുതേ എന്നുള്ള ആസാഫിൻ്റെ പ്രാർത്ഥന തൻ്റെ ജനത്തിനെതിരെ ശത്രുക്കൾ ഗൂഢാലോചന നടത്തുകയും അവരുടെ പേര് പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ വേദനയിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. ഏദോമ്യരും, ഇശ്മായേലിയരും, മോവാബ്യരും, ഹഗര്യരും, അമ്മോന്യരും, അമലേക്യരും, ഫിലിസ്തീരും, സോർ നിവാസികളും അശൂരരും ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. അവരുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളെ കൈവശപ്പെടുത്തുക എന്നതായിരുന്നു. ഈ ഘട്ടത്തിൽ ആസാഫ് തൻ്റെ പൂർവികർക്ക് മിദ്യാനിയരോടും സീസരയോടും യാബിനോടും ഉണ്ടായിരുന്ന വിജയങ്ങൾ ഓർമ്മിപ്പിച്ച് ദൈവത്തിൻ്റെ ഇടപെടലിനായി കേഴുന്നു. സഹോദരങ്ങളെ, ഇത് വെറും ഒരു ചരിത്രപരമായ പ്രാർത്ഥന മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും ദൈവജനത്തിൻ്റെ നേർക്ക് ഉയർന്നു വരുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഒരു നിലവിളിയാണ്. ശത്രുക്കൾ കാറ്റിൽ പാറിപ്പോകുന്ന പതിർ പോലെയും വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും ആകട്ടെ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ ശത്രുക്കൾ ലജ്ജിച്ച് പിന്തിരിയണമെന്നും അതുവഴി അവർ ദൈവത്തിൻ്റെ നാമം തേടാൻ ഇടയാകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇത് കേവലം പ്രതികാരത്തിൻ്റെ ഒരു ശബ്ദമല്ല, മറിച്ച് ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള തീവ്രമായ ദാഹമാണ്, ആഗ്രഹമാണ്. സഹോദരങ്ങളെ, സങ്കീർത്തനം 83-ാം അധ്യായത്തിലെ ആസാഫിൻ്റെ പ്രാർത്ഥന പുതിയ നിയമത്തിൽ യേശുവിൻ്റെ സ്നേഹപ്രമാണത്തിൽ പൂർണ്ണത കണ്ടെത്തുന്നു. ശത്രുവിനെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മത്തായി 5:41
44 യേശു നമ്മെ പഠിപ്പിച്ചു. അന്യായത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പോലും പ്രതികാരത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ച് നീതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കാൻ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കൾ ലജ്ജിക്കണമെന്നുള്ള ആസാഫിൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അവർ ദൈവത്തെ അറിയുവാനും അവിടുത്തെ നാമം അന്വേഷിക്കാനും വേണ്ടിയാണ്. ഇതുതന്നെയാണ് കർത്താവായ യേശുവിൻ്റെ മനോഭാവവും. കുരിശിൽ കടന്നുകൊണ്ട് പോലും പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവായ യേശു പ്രാർത്ഥിച്ചത് ഈ മനോഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. സഹോദരങ്ങളെ, ദൈവജനമേ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ 83-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം. നമ്മുടെ ഈ ആത്മീയ യാത്രയിലും നാം ആയിരിക്കുന്ന സമൂഹ മധ്യത്തിലും നാം പല ശത്രുക്കളെയും അനുദിനം നേരിടേണ്ടതായിട്ട് വരും. അത് അസൂയ, വെറുപ്പ്, ഭിന്നത, വിശ്വാസത്യാഗം തുടങ്ങിയ ആന്തരിക ശത്രുക്കളും ആകാം. പുറത്തുനിന്നും ഉള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് അട്രാക്ഷൻസ് ദാറ്റ് കൺഫേം ടു ദിസ് വേൾഡ്. സഹോദരങ്ങളെ, ഈ പോരാട്ടങ്ങളിൽ നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിക്ക് നമുക്ക് വിനയത്തോടെ കേഴാം. നാം ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് നാം ആശ്രയിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് അവയെ പ്രതിഫലിച്ച് ആന്തരികമായി ശുദ്ധീകരിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. വീണ്ടും ഈ ഒരു ദിവസം തിരിച്ചറിയാനും തിരുത്താനും നമ്മൾ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാനുമുള്ള ഒരവസരം അവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നു. തിന്മയുടെ ശക്തികളെ നാം നേരിടുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥനയാകട്ടെ. അവരെ നമുക്ക് അനുഗ്രഹിക്കാം. നാം ലജ്ജിച്ച് പിന്തിരിയേണ്ടവരായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മെ വീണ്ടും അവിടത്തേക്ക് കൂടുതൽ ആകർഷിക്കുകയാണ്. നമുക്ക് ഈ കരുണയോടെ പ്രതികരിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്നാകുന്ന കർത്താവിലേക്ക് മടങ്ങി വരാം. അവിടുത്തെ രണ്ടാം വരവ് ഏത് നിമിഷവും സംഭവിക്കാം. പ്രാർത്ഥനയിൽ, കരുണയിൽ, നീതിയിൽ, സ്നേഹത്തിൽ വളർന്ന് എപ്പോഴും നാം മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് സജ്ജരായിരിക്കണം. നമ്മുടെ വിളക്കുകളിൽ ആ നല്ല കന്യകമാരെ പോലെ എണ്ണ നിറച്ച് നിത്യമായ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കാം. കാരണം നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മളുടെ ആത്മാവിനാവശ്യമുള്ള എണ്ണ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല പ്രവൃത്തികൾ, ദൈവത്തെ അനുസരിച്ച് ദൈവമാർഗത്തിൽ ചരിച്ച് ആ എണ്ണയാണ് നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുക. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. നാഥ, തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാപിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നാഥ, നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.